ഇന്നിവിടെ TV ഓണാക്കിയതേയില്ല അല്ലേ? ഈ സരിഗമപ്പായുടെ പരസ്യം കേട്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന തന്നെ. പിന്നെ എന്റെ പിള്ളേരുടെ അഭിനയം അത് ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, നന്നായിരിക്കുന്നു. അതെ, എല്ലാവരുടെ അഭിനയം മികച്ചതായിരിക്കുന്നു. പക്ഷേ നല്ല നടൻ ഏട്ടനാ. ആ, അഭിനയിച്ചെന്നെ തോപ്പിക്കാന്ന് നിങ്ങളാരും കരുതൊന്നും വേണ്ട. ഞാൻ എത്ര അഭിനയിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ജോലിയൊക്കെ തീർത്തിട്ട് 8 മണി മുതൽ സരിഗമ പരിപാടി കണ്ടോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കുഞ്ഞി. പാറുവിനെ കാണുന്നില്ല. ഏട്ടാ, കുഞ്ഞി വിളിച്ചിട്ട് വന്നില്ല. പാറു എന്തോ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. ഏട്ടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏട്ടത്തിമ്മ എന്താ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? പിണക്കോ? എന്നോട് പാറുവിന് വേറെ എന്തെങ്കിലും വിഷമം കാണും. എന്താന്ന് ഞാൻ പോയി ചോദിച്ചിട്ട്. ഏട്ടൻ അവിടെ നിന്നേ. എന്താ ഏട്ടൻ എന്തിനാ ഞങ്ങളോട് കള്ളം പറയുന്നേ? ഇവിടെ നടക്കുന്നതൊക്കെ എനിക്കറിയാം. ഏട്ടൻ അവിടെ നിന്നേ. ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള പ്രശ്നം ഞാൻ പറയാം. ഞാൻ പറയട്ടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച്. അല്ല, ഏട്ടന് വിഷമമൊന്നും തോന്നരുത്. വേണ്ട ഏട്ടാ, ഇനി ഈ നാടകം ഈ വീട്ടില് വേണ്ട. എല്ലാരും ഒന്ന് അറിയട്ടെ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇത്രയും ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഏട്ടൻ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും രാവിലെ ഏട്ടൻ കടയിലേക്ക് പോകും, രാത്രി കയറി വരും. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കില്ലേ വിവാഹം കഴിഞ്ഞ് ഒരു യാത്രയൊക്കെ പോണെന്ന്? ഇതുവരെ ഏട്ടൻ ഏട്ടത്തിമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും ഏട്ടത്തിമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കേട്ടാ. അതാ ഏട്ടത്തിമ്മ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്. ഏട്ടനും ഏട്ടത്തിയമ്മയും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോ. ഏട്ടത്തിയമ്മയുടെ ഈ വിഷമം ഒന്ന് മാറട്ടെ. ആ